ഖത്തറിലെ സൈനിക താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിനിടെ തന്നെ തകർന്നുവിട യുദ്ധവിമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട 3 ഇറാനിയൻ പൈലറ്റുമാരെ ഖത്തർ സൈന്യം ജീവനോടെ പിടികൂടി തടവിലാക്കിയിരിക്കുകയാണ് എന്നതാണ് ടെഹ്റാന്റെ വാദം. ഈ വാദമാകട്ടെ ഇപ്പോൾ ഖത്തർ ഔദ്യോഗികമായി തള്ളിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇറാനിയൻ പൈലറ്റുമാരെ പിടിച്ചുവെച്ചിട്ടുണ്ടെന്നും അപകടത്തിൽപ്പെട്ട ഒരു പൈലറ്റിന്റെ മൃതദേഹം മാത്രമാണ് അവിടെ തിരച്ചിലിൽ സംഘത്തിന് കണ്ടെത്താനായതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാനിയൻ പൈലറ്റുമാരെ ആരെയും തന്നെ തടവിലാക്കിയിട്ടില്ല. ആക്രമണത്തിൽ പെട്ടുകൊണ്ട് അപകടത്തിൽപ്പെട്ടതായി തന്നെ കരുതുന്ന പൈലറ്റുമാരിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് തിരച്ചിൽ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും ഇവിടെ ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ടെത്തിയ മൃതദേഹം ഇറാനിലേക്ക് കൈമാറാനുള്ള നടപടികളും സ്വീകരിക്കുന്നതായി തന്നെ ദോഹ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയാണ് കൂടുതൽ ദുരൂഹതകൾ നിറയുന്നത്. ആക്രമണത്തിനിടെ തന്നെ ഇവിടെ അതായത് ഇത്തരത്തിൽ ഒരു യുദ്ധവിമാനങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തന്നെ ആ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അവിടേക്ക് മറുപടികൾ നൽകാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് ഉണ്ടായില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. തുടർന്ന് അന്താരാഷ്ട്ര വ്യോമ നിയമങ്ങളും രാജ്യത്തിന്റെ പ്രതിരോധ നടപടികളും പാലിച്ചുകൊണ്ട് ഇവിടെ കൂടുതലായി തന്നെ ഈ വിഷയത്തിൽ ഖത്തർ ഇടപെടുകയാണ് ചെയ്തത്. അതേസമയം 3 പൈലറ്റുമാർ എവിടെ എന്ന ചോദ്യം പോലും ഇപ്പോൾ പ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പൈലറ്റുമാരാകട്ടെ ഇവിടെ ഇറാന്റെ കസ്റ്റഡിയിലാണ് എന്നതാണ് ഇവിടെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും പൂർണ്ണമായും ഇത് നിഷേധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇറാൻ പ്രതിനിധി സംഘത്തെ സംയുക്ത പരിശോധനയ്ക്കായി തന്നെ ഇവിടെ ഖത്തർ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും എന്നാൽ ഏപ്രിലിൽ നടത്തിയ ഈ ഒരു ക്ഷണത്തിന് ഇറാൻ പ്രതികരിച്ചില്ല എന്നതാണ് ദോഹ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതൊരു സാധാരണ സൈനിക ആക്രമണത്തിന്റെ അല്ലെങ്കിൽ അപകടത്തിന്റെ കഥയാണോ അതോ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഉയർന്ന ഒരു വിവാദ യുദ്ധത്തിന്റെ പുതിയ അധ്യായമാണോ എന്ന ഒരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഞങ്ങളുടെ പൈലറ്റുമാർ ഇവിടെ തടവിലാണ് എന്നതാണ് ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ആരും ഇവരെ പിടികൂടിയിട്ടില്ല എന്നും ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്തിയതെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും സൈനിക സംഘർഷവും തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ആകാശ യുദ്ധത്തിന് പിന്നാലെ തന്നെ ആ ഒരു ഇത്തരത്തിൽ ഒരു മറ്റൊരു തരത്തിലേക്ക് ഈ ഒരു യുദ്ധത്തിന്റെ ഘട്ടം കടന്നിരിക്കുന്നത്. ഖത്തറിന്റെ കൈവശം ഇറാനിയൻ പൈലറ്റുമാരുണ്ടോ അതോ ടെഹ്റാൻ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഖത്തറിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇവിടെ പോർ വിമാനങ്ങളിൽ വലിയ രീതിയിൽ 3 ഇറാൻ പൈലറ്റുമാരെ അവിടെ കാണാൻ ഇല്ല എന്ന വാർത്തകൾ പുറത്തു വരികയായിരുന്നു. അതുമാത്രമല്ല, പൈലറ്റുമാർ ഇവിടെ കൊല്ലപ്പെട്ടോ എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പുറത്തു വരുന്നുണ്ട്. 6 മാസമായി കസ്റ്റഡിയിലുള്ള പൈലറ്റുമാരെ മോചിപ്പിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇറാന്റെ സായുധ സേന, റെഡ് ക്രോസ് ആകട്ടെ അന്താരാഷ്ട്ര സമിതിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. മേഖലയിൽ നയതന്ത്രപരമായ സംഘർഷങ്ങൾ കുറയ്ക്കുകയും ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇറാന്റെ ആരോപണം ഖത്തർ കർശനമായി തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതാകട്ടെ പശ്ചിമേഷ്യയിലെ പുതിയ നയതന്ത്ര അന്തരീക്ഷത്തിന് കൂടുതൽ വിഷയങ്ങൾ സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.